ഒടുവിൽ പറഞ്ഞ് കുമ്മനം രാജശേഖരനെ അയ്യപ്പന്റെ അവതാരം വരെ ആക്കിയിരിക്കുന്നു ചില മുതിർന്ന മാധ്യമപ്രവർത്തകർ. തലസ്ഥാനത്ത് നടന്ന ഒരു പരിപാടിക്കിടെയാണ് കുമ്മനം രാജശേഖരനെ ശബരിമല അയ്യപ്പന്റെ അവതാരമെന്ന് വരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞത് BJP അണികളല്ല, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ തന്നെ. കുമ്മനത്തിനായി മുറവിളി കൂട്ടുന്നവർക്ക് പോലും ഇതൊരു അത്ഭുതമായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇതൊക്കെയാണെങ്കിലും കുമ്മനത്തിന് നല്ല ജനസമ്മതിയുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവിലുള്ള സംസാരവും. ശബരിമലയിൽ ഉന്നം വച്ച് അനന്തപുരിയിൽ അംഗത്തിന് തലക്കെട്ട് മുറുക്കി കുമ്മനം വരുമ്പോൾ ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ സ്വാഭാവികമായിരിക്കും. സംഘടനാ ചുമതലയിൽ നിന്ന് ഭരണഘടനാ പദവിയിലേക്ക് അപ്രതീക്ഷിതമായി മാറിയ കുമ്മനം രാജശേഖരനെ മടക്കി വിളിക്കണമെന്ന സംസ്ഥാന BJPയിൽ ഏറെ നാളായി ഉയർന്ന മുറവിളികൾക്ക് അവസാനമുണ്ടായതോടെ അണികൾ ആവേശത്തിലായിരുന്നു. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കുമ്മനം തിരിച്ചെത്തിയതോടെ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയ മത്സരത്തിന് ഒരുങ്ങുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ഇതിനിടെയാണ് കുമ്മനത്തിനെ ഇങ്ങനെ അയ്യപ്പന്റെ അവതാരം എന്നുവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ BJP ഏറെ പ്രതീക്ഷ പുലർത്തുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനത്തെ മത്സരിപ്പിക്കണമെന്നും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തെ മടക്കി കൊണ്ടുവരണമെന്നുമുള്ള പാർട്ടി അനുഭാവികളുടെ ആഗ്രഹമാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. കുമ്മനം കേരളത്തിലേക്ക് വന്നത് ഗുണകരമാകുമെന്ന് കേന്ദ്ര നേതൃത്വത്തിനു കൂടി ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കമെന്നാണ് വിലയിരുത്തൽ. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപാണ് അപ്രതീക്ഷിതമായി കുമ്മനം രാജശേഖരനെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്ന കുമ്മനം പോലും വിവരം മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല. V. മുരളീധരന് ശേഷം പാർട്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത കുമ്മനത്തെ മാറ്റിയതോടെ ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന PS ശ്രീധരൻപിള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി. സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട കോഴ വിവാദമാണ് കുമ്മനത്തെ മാറ്റിയതിന് പിന്നിലെന്ന് അന്ന് ആരോപണമുയർന്നിരുന്നു. പാർട്ടിയിലെ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ കുമ്മനത്തിന് കഴിയുന്നില്ലെന്നും ചില ഗ്രൂപ്പുകളുടെ ചട്ടുകമായി മാറിയെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം വിമർശനവും ഉയർത്തിയിരുന്നു. മിസോറാം ഗവർണറായി പോകാൻ താൽപര്യപ്പെടാതിരുന്ന കുമ്മനത്തിന് അവിടെയും പ്രാദേശിക എതിർപ്പുകളെ നേരിടേണ്ടി വന്നു. എങ്കിലും കുമ്മനത്തെ എന്നും പിന്തുണച്ചിട്ടുള്ള RSS നിലപാടും ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് കുമ്മനം രാജശേഖരന്റെ മടങ്ങിവരവിന് പിന്നിലെന്ന് പാർട്ടി നേതൃത്വം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഹിന്ദു സംഘടനകളുമായി വലിയ അടുപ്പം പുലർത്തുന്ന നേതാവാണ് കുമ്മനം രാജശേഖരൻ. RSS നിലപാടുകളോട് അടുത്തു നിൽക്കുന്ന ഒരു നേതാവ്. നിലയ്ക്കൽ സമരത്തിൽ നായകനായിരുന്ന കുമ്മനത്തിന്റെ മികവ് ഈ തിരഞ്ഞെടുപ്പിലും ഉപയോഗിക്കാനാകുമെന്നാണ് RSS കണക്കുകൂട്ടുന്നത്. അതിനിടെയാണ് പുതിയ പരിവേഷം കൂടി കുമ്മനത്തിന് നൽകിയിരിക്കുന്നത്. 87-ൽ തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിൽ ഹിന്ദുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ വലിയ രീതിയിൽ വോട്ടുകൾ സമാഹരിക്കാൻ കുമ്മനത്തിന് അന്നായി. കുമ്മനം സംസ്ഥാനത്തേക്ക് തിരിച്ചു വന്നത് ഹിന്ദു സംഘടനകൾക്ക് വലിയ ഉണർവുണ്ടാകുമെന്നും ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാനാകുമെന്നതും BJP കേന്ദ്ര നേതൃത്വവും RSS നേതൃത്വവും വിലയിരുത്തുന്നുണ്ട്. മാത്രവുമല്ല NSS നേതൃത്വവുമായുള്ള കുമ്മനത്തിന്റെ അടുപ്പവും അനുകൂല ഘടകമാണ്. നായർ വോട്ടുകൾ നിർണായകമായ തിരുവനന്തപുരത്ത് കുമ്മനം മത്സരിച്ചാൽ പാർട്ടിക്ക് നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അപ്പോൾ പിന്നെ കുമ്മനത്തെ അയ്യപ്പന്റെ അവതാരമെന്ന് വരെ പറഞ്ഞെന്നിരിക്കും. ഏതായാലും വിഷയം വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്.